Dude. ഹായ്, ഇന്നത്തെ വീഡിയോ അസോളയെക്കുറിച്ചാണ്. അസോള നമുക്കറിയാം, മീനുകൾക്കായിട്ടും കോഴികൾക്കായിട്ടും നമ്മൾ വളർത്തുന്ന ഒട്ടുമിക്ക ജീവികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു സാധനമാണ് അസോള. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിൽ കുളത്തിലായിട്ടും ടാങ്കിലായിട്ടും വളരെ നല്ല രീതിയിൽ അസോള വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റെഡിമെയ്ഡ് അസോള ബെഡ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും കൂടി, അതിൻ്റെ വില, അതിൻ്റെ സൈസ്, അതിൽ എത്ര വെള്ളം കൊള്ളും എന്നുള്ള രീതിയിൽ, അതിൻ്റെ GSM എത്രയെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു അസോള കൃഷിയിൽ ഞാൻ ഇത്രത്തോളം നല്ല വിപുലമായിട്ട് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഒരു രഹസ്യം കൂടി ഞാനിതിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അസോള എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, മണ്ണ് ചാണകമൊക്കെ കലക്കിയിട്ടുള്ള. അപ്പോൾ അതിനേക്കാൾ നല്ല റിസൾട്ട് കിട്ടിയൊരു രീതിയാണ് ഇവിടെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. എല്ലാവർക്കും സകലം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് റെഡിമെയ്ഡ് അസോള ബെഡിൻ്റെ ഫിറ്റിങ്സും മറ്റു കാര്യങ്ങളും ഒന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ വിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഏരിയയിലുള്ള കല്ലുകൾ, വലിയ കല്ലുകളും അതുപോലെ നല്ല കൂർത്തിരിക്കുന്ന കല്ലുകളൊക്കെ എടുത്ത് കളയണം. അതാണ് ഇപ്പോൾ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരത് ക്ലീൻ ചെയ്യുകയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ചാക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഷെയ്ഡ് നെറ്റ്, ഇതിപ്പോൾ ഒഴിവാക്കിയൊരു സാധനമാണ് കേട് വന്നിട്ട്. ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വിരിച്ച് ഒന്ന് സോഫ്റ്റ് ആക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കീറിയിട്ടൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കിയ സാധനമാണ്. എന്നാലും പരമാവധി അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. എന്തായാലും ആ കല്ലുകളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ആ ഒരു സ്ഥലം ഒന്ന് സോഫ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നമ്മളുടെ അസോള ബെഡിൻ്റെ ലൈഫ് കൂട്ടാൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇത് നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് ഷെയ്ഡ് നെറ്റ് കവർ ചെയ്ത് 2 മടക്കാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഷീറ്റ് വരുന്നത്. ഇതിൻ്റെ GSM വരുന്നത് 450 ഇതിൻ്റെ സൈസ് വരുന്നത് 8 അടി നീളവും 4 അടി വീതിയും 1 അടി ഹൈറ്റുമാണ്. പിടിച്ചിട്ടൊക്കെ നല്ല സ്ട്രോങ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കയറ് വെച്ചിട്ട് മടക്കി ഒട്ടിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് അതിൻ്റെ മുകൾ ഭാഗം നല്ല സ്ട്രെങ്ത്തായി നിൽക്കാനും ആ ഷേപ്പിൽ നിൽക്കാനൊക്കെ അതിനെ സഹായിക്കുന്ന സാധനമാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് കാണാൻ പറ്റും, ഒരു ഗ്യാപ്പ്. ഇത് അതിൻ്റെ അകത്തേക്ക് പൈപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോലൊക്കെ കുത്തി വെക്കാനുള്ളതാണ്. ആ വെള്ളം നിറക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് ആ ഷേപ്പിൽ കറക്റ്റ് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, അത് വെക്കാനുള്ള ഒരു ഗ്യാപ്പാണ് ആ കണ്ടത്. അത് അതിൻ്റെ ചുറ്റുഭാഗത്തും ഉണ്ട്. എല്ലാ സൈഡിലും അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ള ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇനി നമുക്കത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഷെയ്ഡ് നെറ്റൊക്കെ വെച്ച് കല്ലൊക്കെ ഒഴിവാക്കി വെച്ച ആ സ്ഥലത്തേക്ക് വെക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് വെള്ളം നിറക്കേണ്ടതുണ്ട്. അതുപോലെ നേരത്തെ ഇപ്പോൾ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ആ ഗ്യാപ്പ്, അവിടെ ഒരു കളർ മാറ്റം കാണാം. അതിലേക്ക് ഇതുപോലെ പൈപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആണ് വെക്കേണ്ടത്. ഞാൻ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയിട്ടുള്ള ഫൈബർ ടേബിളിൻ്റെ കാലുകളാണ്. ആ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 1 അടി ഹൈറ്റാണ്. അപ്പോൾ ആ 1 അടി ഹൈറ്റ് ഉള്ള കുറച്ച് കാലുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്, ഞാൻ പറഞ്ഞു, ഒരു ടേബിളിൻ്റെ കാലാണ് ഒഴിവാക്കിയത്. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഗ്യാപ്പിലേക്ക് ഇതുപോലെ തിരിച്ച് കയറ്റി കൊടുക്കാം. കുറച്ച് ടൈറ്റാണ്, ഇതിലും വണ്ണം കുറഞ്ഞത് ഉപയോഗിച്ചാലും മതിയാവും. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നതോടുകൂടി കറക്റ്റ് ആ ഹൈറ്റിൽ, അതുപോലെ അതിൻ്റെ ആ ജോയിൻറ്റ് നമുക്ക് കാണാൻ പറ്റും, ആ ഷേപ്പ്, 1 അടിയുടെ ആ ഒരു ഷേപ്പ്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഈ പൈപ്പ് കട്ട് ചെയ്യാനും ഇതുപോലെ കയറ്റി കൊടുക്കാനും. അപ്പോൾ നിങ്ങൾ എല്ലാ ഭാഗത്തും അതുപോലെ അത് കയറ്റുകയാണ്, ഞാനും മകനും കൂടി. എന്നിട്ട് വേണം ഇനി അതിലേക്ക് വെള്ളം നിറക്കാനായിട്ട്. അപ്പോൾ ഏതാണ്ട് പൈപ്പുകളൊക്കെ കുടുക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം നിറക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുള്ള പണികളാണ് ഇനി ചെയ്യുന്നത്. ബാക്കിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇതിൽ എനിക്കൊരു പോരായ്മയായിട്ട് പറയാനുള്ളത്, ഇതിൽ ഓവർഫ്ലോ സംവിധാനമൊന്നും കണ്ടില്ല. ഓവർഫ്ലോ സംവിധാനമൊന്നും നമുക്കതിൽ കാണാൻ പറ്റിയില്ല. ഏതായാലും ഞങ്ങളിത് ആ മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലം മുന്നേ ഉപയോഗിച്ച പൈപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ചളിയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് സമയം പുറത്തേക്ക് വെള്ളം ഒഴിവാക്കുന്നത്. ഇനി നമുക്കത്
ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് റേറ്റ് വരുന്നത് 1800 രൂപയാണ് ഈ ഒരു അസോള ബെഡിന് റേറ്റ് വന്നത്. കുട്ടികളൊക്കെ അതിൽ കളിച്ചു തുടങ്ങി, വെള്ളം ഏതാണ്ടൊക്കെ ഫുള്ളായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഓവർഫ്ലോ സംവിധാനം ഇതിനകത്തില്ല, നമ്മൾ മാനുവലായിട്ട് വേറെ സംവിധാനം ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതിൽ അസോള ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതിൻ്റെ മുന്നേ എൻ്റെ നിലവിലെ അസോള സംവിധാനങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഒന്നാമത്തെ സെറ്റപ്പ്. ഒരു മീൻകുളമാണ്. ഇതിലിപ്പോൾ മീനില്ല. മീൻ വിളവെടുപ്പിന് ശേഷം ഞാൻ അതിൽ അസോളയാണ് കൃഷി ചെയ്യുന്നത്. എൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ അടിയിൽ മണ്ണിട്ട് അതിൻ്റെ മുകളിൽ ചാണകമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിൽ വെള്ളം നിർത്തി അസോള ഇട്ട് കൊടുക്കുന്ന രീതിയല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ മറ്റൊരു ടാങ്കാണ്. ഇതിലൊന്നും അടിഭാഗത്ത് മണ്ണോ ചാണോ ഒന്നുമില്ല. ഇതിൽ ആകെ ഉള്ളത് ഗപ്പികളാണ്. ഇതിപ്പോൾ ഡക്ക് വീഡാണ്. ഇതിൻ്റെ ഒക്കെ അകത്തുള്ളത് മീനുകളാണ്, ഗപ്പികൾ. ഒരുപാട് ഗപ്പികളുണ്ട് ഇതിൻ്റെ ഒക്കെ അകത്ത്. അപ്പോൾ ഈ മറ്റേ രീതി തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തതിനേക്കാൾ എനിക്ക് നന്നായിട്ട് അസോള വളർന്നിട്ടുള്ളത് ഇതുപോലെ ഗപ്പികളെ വളർത്തിയപ്പോഴാണ്. അപ്പോൾ മീനുള്ള കുളത്തിൽ തന്നെയാണ് അസോള നന്നായിട്ട് വളരുന്നത്. പക്ഷേ വലിയ മീനുകളാണെങ്കിൽ മുഴുവൻ അസോളയും അവർ തിന്ന് തീർക്കും എന്നുള്ളത് കൊണ്ട് ഗപ്പികളുള്ളതിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് വളർത്താൻ പറ്റുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ അസോള വളർത്തുന്നത് മീനുകൾക്കും കോഴികൾക്കും തീറ്റയായിട്ട് കൊടുക്കാനാണ്. മീനുകൾക്ക് കൊടുക്കുന്നതോ അവർ തിന്നുന്നതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കോഴികൾ അസോള തിന്നോ എന്ന് സംശയമുള്ളവർക്ക് ഇതാ എൻ്റെ കോഴികൾ, 4.5 മാസമായ 10 കോഴികളാണ് ഇപ്പോൾ ഈ കൂട്ടിലുള്ളത്. അവർ നല്ല രീതിയിൽ തിന്നുന്ന ഒരു സാധനമാണ് അസോള. ഒരു നേരമാണ് കൊടുക്കാറ്. അധിക ദിവസവും രാവിലെയാണ് നമ്മൾ അസോള കൊടുക്കാറുള്ളത്. നല്ല രീതിയിൽ തിന്നും. അസോള ഇട്ട് കൊടുത്താൽ ഒരു തരി പോലും ബാക്കി വെക്കാതെ മുഴുവനായിട്ട് തിന്നും. മാത്രമല്ല 2 സാധനം ഇട്ട് കൊടുത്താൽ, ഇപ്പോൾ അസോളയും അല്ലെങ്കിൽ കോഴിത്തീറ്റയും ഇട്ട് കൊടുത്താൽ അവർ ഈ അസോളയാണ് ആദ്യം കഴിച്ച് തീർക്കുക. വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്. അതുപോലെ നല്ല ഗുണം ചെയ്യുന്ന ഒരു ഭക്ഷണമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ തട്ടിൽ, എൻ്റെ കൂടിൻ്റെ മുകൾ തട്ടിൽ 1.5 മാസം പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. 1.5 മാസം ആവുന്നേ ഉള്ളൂ. ഇവരും വളരെ ഇഷ്ടത്തോടു കൂടി തിന്ന് തീർക്കുന്ന ഒരു സാധനമാണ് അസോള. അസോളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. മാത്രമല്ല നമ്മളുടെ തീറ്റയുടെ ചിലവിൻ്റെ ഒരു ചെറിയ ശതമാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. കാരണം ഇത് നമുക്ക് ഇതുപോലൊരു ചെറിയ ടാങ്കൊക്കെ കെട്ടി അതിൽ വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതങ്ങനെ വളർന്നോളും. കുറച്ച് ഗപ്പികളും കൂടി അതിലുണ്ടെങ്കിൽ വളരെ ഉഷാറായിട്ട് വളർന്നോളും. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് ചിലവും ചുരുക്കാൻ പറ്റിയൊരു സാധനമാണ് അസോള. അസോള ഞാൻ 2 രീതിയിൽ കൃഷി ചെയ്തിരുന്നു. മണ്ണ് നിറച്ച് അതിൽ ചാണകമൊക്കെ ഒഴിച്ച് അതിൽ വെള്ളം നിറച്ചതിന് ശേഷം അസോള ഇട്ട് വളർത്തിയിരുന്നു. പക്ഷെ അതിനേക്കാൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് ഇതുപോലെ ഗപ്പി ടാങ്കുകളിൽ അസോള വളർത്തിയപ്പോഴാണ്. വലിയ മീനുകളുള്ള ടാങ്കുകളിൽ ഇതുപോലെ അസോള വളർത്താൻ ശ്രമിച്ചാൽ അവരെല്ലാം തിന്ന് തീർക്കും. അപ്പോൾ ഗപ്പിയെ പോലുള്ള ചെറിയ മീനുകളുള്ള ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് നന്നായിട്ട് വളരും. എൻ്റെ അനുഭവം അതാണ്. എനിക്കിപ്പോൾ 3 സംവിധാനമുണ്ട്. 3ലും ഇതുപോലെ ഗപ്പികളാണ് നിറയെ ഉള്ളത്. ഇതിൽ അസോളയുടെ കൂടെ കുറച്ച് വലിയ ഇലയുള്ളൊരു സാധനമുണ്ട്. അതെന്താണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. കാണുന്ന ആർക്കെങ്കിലും അറിയെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മളെ നിലവിലുള്ള ഒരു ടാങ്കിൽ നിന്ന് കുറച്ച് അസോള ഒരു പാട്ടയിൽ കോരി എടുത്തിട്ടുണ്ട്. ഇനി അത് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അസോള ഗ്രോ ബെഡിലേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ വലിയ ഇലകൾ ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും കൂടി വ്യക്തമാവും. അങ്ങനെയുള്ള ഇലകളൊക്കെ നമുക്കതിന് എടുത്ത് ഒഴിവാക്കേണ്ടതുണ്ട്. ആ ഒരു പുതിയ സംവിധാനത്തിൽ അസോള മാത്രം വളർന്നാൽ മതി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ ഡക്ക് വീഡ് എന്തായാലും ഉണ്ടാവും. കാരണം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിലുള്ളത്. അപ്പോൾ നമുക്കിതാ നമ്മളുടെ പുതിയ സംവിധാനത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നല്ല കുട്ടപ്പനായി നിൽക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഇലകളൊക്കെ വീണിട്ടുണ്ട്. അതിനുള്ളൊരു സംവിധാനം കൂടി ചെയ്യാനുണ്ട് കേട്ടോ. വല കെട്ടാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആദ്യം അസോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. മെല്ലെ നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് എന്താ പറയുക, കൃഷി ഇറക്കുകയാണ്. പുതിയ ബെഡിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ വലിയ ഇലകൾ. ഈ അടിഭാഗത്തൊക്കെ വലിയ ഇലകൾ. അതാ ഈ ടൈപ്പ് സാധനം. അതെന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ ഇതിൽ നിന്നെല്ലാം എടുത്ത് കളയുന്നുണ്ട്. ഇതിൽ അസോള അല്ലെങ്കിൽ ഡക്ക് വീഡ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കതിൻ്റെ മുകളിൽ വല വിരിക്കണം. ഇല വീണ് വെള്ളം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം അങ്ങനെ കേടുവരുമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു കൃഷിക്കൊക്കെ നല്ലതായിരിക്കും ചിലപ്പോൾ ഇലകളൊക്കെ വീഴുന്നത്. പക്ഷേ നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് ഈ ഒരു സംവിധാനം ഞാൻ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇനി ഗപ്പികളിടാണ്ടിട്ട് നമ്മളെ മെയിൻ സാധനം ഗപ്പിയാണ്. ഞാൻ പറഞ്ഞു ഗപ്പി, ചെറിയ മീനുകൾ. ഞാൻ മോളികളെയും ഉദ്ദേശിക്കുന്നുണ്ട്.
മോളി മീനുകളും അതുപോലെ ഗപ്പി മീനുകളുമാണ് ഞാനിതിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാൻ നല്ല രീതിയിൽ ഒരു വൃത്തിയിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇലയൊക്കെ ഇതിലേക്ക് വീണ് പോകുന്നത് തടയുന്നതിന് വേണ്ടി വല കെട്ടാം എന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ മക്കൾ കല്ലും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇടാതിരിക്കാനും ആ വല എന്നെ സഹായിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ട വിലകൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്കൊരു ഇല വീണത് കാണാൻ പറ്റി. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, വല വിരിക്കാം. മുകളിൽ വിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് 3x3 സൈസുള്ള കിണർ വലയാണ്. അതിന് വില വന്നത് 100 രൂപയാണ്. മോളി, ഗപ്പി ഈ 2 ഐറ്റം മീനുകളെയും ഞാൻ അസോളയുടെ കൂടെ ഈ കുളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംവിധാനം ഫിഷ് പോണ്ടായിട്ട് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. കാരണം അതിൻ്റെ ഷീറ്റ് 450 GSM വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും കല്ല് കുത്തി കീറുക, കേടുവരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത മീനുകൾ അതാ നന്നായിട്ട് നീന്തി കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംവിധാനം, ഒരു റെഡിമെയ്ഡ് അസോള ഗ്രോ ബെഡ്, അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന അസോള കൃഷിരീതി, ഇത് രണ്ടും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സകലം.